ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ കിച്ചണിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പുതിയ കിച്ചണിൽ ആദ്യത്തെ പാചകമാണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു മധുരമായിട്ട് തുടങ്ങാമെന്ന് കരുതി. മധുരം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നല്ലൊരു പായസം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ സേമിയ പായസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അവൽ പായസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. എപ്പോഴും തയ്യാറാക്കുന്ന അവൽ പായസത്തിൽ നിന്ന് വളരെ രുചികരമായിട്ടൊരു വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു അവൽ പായസം കിട്ടുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ അവൽ പായസം തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാ കഷ്ണങ്ങളാണ്. ഇനി നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പായസത്തിൽ പലർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഈ തേങ്ങാ കഷ്ണങ്ങൾ ചേർക്കുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ തേങ്ങ കഷ്ണത്തിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ ചേർക്കേണ്ടത് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറും ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മുന്തിരി ചേർക്കാം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന ഈ ഒരു നട്ട്സിൻ്റെയൊക്കെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും കളറൊക്കെ മാറി നന്നായിട്ട് ഇതൊന്ന് മൊരിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. എപ്പോഴും നമ്മൾ പായസമൊക്കെ ഇതുപോലെ ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നെയ്യിൽ തന്നെ തയ്യാറാക്കാൻ നോക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് അവൽ ചേർക്കാം. അപ്പോൾ അവൽ നമുക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം. വെള്ള അവലാണെന്നുണ്ടെങ്കിൽ വെള്ള അവലെടുക്കാം. അതല്ല ചുമന്ന അവലാണെന്നുണ്ടെങ്കിൽ ചുമന്ന അവലെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് അവൽ ചേർക്കുന്നത്. ഈ മെഷർമെൻറ്റ് കപ്പ് 1/2 കപ്പിൻ്റേതാണ്. അവൽ ചേർത്തിട്ട് ഫ്ലെയിം നന്നായിട്ട് നിന്ന് കുറച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. വറുക്കാതെ നമ്മൾ അവൽ പായസം തയ്യാറാക്കരുത്. വറുത്ത് തന്നെ അവലെടുക്കണം. അവൽ വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാൻ നിൽക്കരുത്. നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അവൽ വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഇനി നമ്മുടെ അവലെല്ലാം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ അവലൊക്കെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് നിറയെ എടുത്തിട്ടില്ല കേട്ടോ. 1/2 കപ്പിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നമുക്ക് അതേ കടായിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഷുഗറെല്ലാം നല്ല രീതിക്ക് ഒന്ന് മെൽറ്റായി തുടങ്ങട്ടെ. മെൽറ്റായി തുടങ്ങിയാൽ മാത്രം പോരാ, ക്യാരമലൈസായി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങണം. അതുവരെ നമ്മളിതുപോലെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തേക്കണം. ഒരുപാട് കളർ മാറിപ്പോകരുത്, അതായത് നല്ല ഡാർക്ക് കളറായി പോകരുത്. എങ്കിൽ പിന്നെ ആ കരിഞ്ഞ ക്യാരമലൈസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ മാത്രം കളർ മാത്രമേ, അതായത് ലൈറ്റ് ഗോൾഡൻ കളർ മാത്രമേ കിട്ടാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷുഗറെല്ലാം നന്നായിട്ട് തന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മാത്രമേ ഈ കളർ മാറാൻ പാടുള്ളൂ. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നല്ല ചൂട് പാലാണ് കേട്ടോ. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ചേർക്കരുത്. നല്ലതുപോലെ ചൂടായിട്ടുള്ള പാൽ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. 1/2 ലിറ്റർ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ ചേർത്തിട്ടുള്ളത്. സാധാരണ പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയിൽ ഈ പായസം തയ്യാറാക്കണം എന്നുള്ളവർക്ക് ശർക്കരയിലും തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ശർക്കരയിൽ തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും പശുവിൻ പാൽ എടുക്കരുത്. പകരം നമ്മൾ തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. പശുവിൻ പാലാണ് ചേർക്കുന്നതെങ്കിൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ പേരിലാണ് ഞാൻ എടുത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റും ആ ശർക്കരയിൽ തയ്യാറാക്കുന്ന ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മളിത് ക്യാരമലൈസ് ചെയ്തിട്ട് തയ്യാറാക്കുന്ന പായസമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പാലൊക്കെ നന്നായിട്ട് ഇനി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. പാൽ നല്ല രീതിക്ക് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നമ്മളിത് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അവൽ ചേർക്കാം. അവൽ ചേർത്തിട്ട് നല്ല രീതിക്ക് ഇനി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ചെറിയ രീതിക്ക് ഇതൊന്ന് കുറുകി വരണം. അതുവരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ നന്നായിട്ട് തന്നെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരല്പം ഏലക്ക പൊടിച്ചതാണ്. ആ ഏലക്കയുടെ തോടൊക്കെ മാറ്റിയിട്ട് കുരു മാത്രം എടുത്തിട്ടുള്ളതാണ്. ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കൂടെ പിന്നെ ലാസ്റ്റിൽ വേണ്ടത് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ തേങ്ങ കഷ്ണങ്ങളൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അതുകൂടി ചേർക്കാം. ഇത് ഇത്രയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട്
നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു അവൽ പായസമാണ് കേട്ടോ ഇത്. ആ ഒരു കേരമലിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ആ പശുവിൻ പാലിൻ്റെയും ആ നെയ്യിൻ്റെ ഒക്കെ രുചിയായിട്ട് വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ ഒരു പായസം കിട്ടുന്നത്. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് രുചികരമായിട്ട് നമ്മുടെ അവൽ പായസം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ അവൽ പായസം കിട്ടുന്നത്. അതായത് നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു പായസമാണ്. അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ നമ്മുടെ ഈ പായസത്തിനുണ്ട്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലല്ല നിങ്ങൾ അവൽ പായസം തയ്യാറാക്കുന്നെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കട്ടിയുള്ള അവലും കനം കുറഞ്ഞിട്ടുള്ള അവലും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 3/4 കപ്പ് അളവിൽ അവൽ മതിയാവും. കനം കുറഞ്ഞിട്ടുള്ള അവലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ അവലെടുക്കണം കേട്ടോ. അത് മാത്രമാണ് നമ്മുടെ ഈ അവൽ പായസത്തിൽ നമ്മൾ ആ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.